അല്ല മുനിസിപ്പാലിറ്റി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു 6 മാസം മുന്നെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവില്ലേ മുനിസിപ്പാലിറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്? ഇത് കോർപ്പറേഷൻ. ഇത് നോക്കിയല്ല ഒരു കോർപ്പറേഷൻ 6 മാസമെങ്കിലും. ഇത് അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എന്താ ഇങ്ങനെ സംഭവിക്കുകയെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു വോട്ടർ പട്ടിക എന്നുള്ള നിലയിലേക്കെങ്കിലും ഇറങ്ങില്ലേ എന്നുള്ളതാണ്. അത് നോക്കില്ലേ സാമാന്യം? അവസാന നിമിഷമായിരിക്കും കോർപ്പറേഷൻ സ്ഥാനാർത്ഥിനെ. കോർപ്പറേഷൻ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് പണ്ട് എപ്പോഴും ഒരു പരാതി കോൺഗ്രസ്സിന് കേൾക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിനെ കെട്ടിയിറക്കുമെന്ന് പറയും. അവസാന നിമിഷം എവിടുന്നെങ്കിലും ഒരാളെ കൊണ്ടുവരും. ഈ അവിടെ പണിയെടുത്തവനും ചെയ്തവനും ഒന്നും ഉണ്ടാവില്ല. ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവനും വെള്ളം കോരിയവനും വിറക് വെട്ടിയവനും ഒന്നും ഉണ്ടാവില്ല. എവിടുന്നെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് അവൻ അന്നേരം കുറേ കാര്യങ്ങൾ പറയും. ഇത് സാംസ്കാരിക പ്രവർത്തകനാണ്, അവിടെ പേരുള്ള ആളാണ്, നമുക്ക് ജയിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇതൊക്കെ വിചാരിച്ച് വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും ആ മണ്ഡലത്തിനും വാർഡിലൊക്കെ. അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഒറ്റ ദിവസം ഈ സ്ഥാനാർത്ഥിയാക്കും. ആ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. വിനു എന്ന് പറയുന്നത് വി എം വിനു എന്ന് പറയുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, നല്ല പേരുള്ള ആളാണ്, ജനങ്ങളുടെ സമ്മതിയുള്ള ആൾക്കാരൊക്കെയാണ്. അവർക്ക് എനിക്ക് തോന്നുന്നത് സി പി എമ്മിന് ഓരോ അദ്ദേഹത്തെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരവരും മോശം പറയുന്നില്ല. പക്ഷേ വോട്ടർ ലിസ്റ്റില്ലാത്ത ആളെ വോട്ടിൽ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ? പറ്റുമോ? അത് പറ്റൂല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. CPM വിചാരിച്ചാലും അല്ല പറ്റില്ല. അല്ല അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം അത് ഞാൻ പറയുന്നത് ഇപ്പം അത് ഞങ്ങൾ പ്രചരണ ആയുധമാക്കുക എന്ന് പറയുകയാണ്. ഏത് വോട്ട് വെട്ടിയതേ